നാം ഇതുവരെ ആത്മബലത്തെക്കുറിച്ചും സ്ട്രെങ്ത്, വികാരങ്ങളെ മെരുക്കുന്നതിനെക്കുറിച്ചും പഠിച്ചു. ഇപ്പോൾ നാം പ്രവേശിക്കുന്നത് ലൗകികമായ കോലാഹലങ്ങളിൽ നിന്നു മാറി നിശബ്ദതയിലേക്കും ആത്മപരിശോധനയിലേക്കും നയിക്കുന്ന 9-ാം നമ്പർ കാർഡായ ദ ഹെർമിറ്റ് എന്ന ഊർജത്തിലേക്കാണ്. ഈ കാർഡ് ഒരു ഏകാന്ത പഥികനെ അല്ലെങ്കിൽ ഒരു സന്യാസിയെ സൂചിപ്പിക്കുന്നു. സത്യം പുറത്തല്ല, സ്വന്തം ഉള്ളിലാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണിത്. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. റാന്തൽ, ദ ലാന്റേൺ. സന്യാസിയുടെ കയ്യിലുള്ള റാന്തൽ സത്യത്തിൻ്റെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. അതിനുള്ളിൽ തിളങ്ങുന്ന 6 മൂലയുള്ള നക്ഷത്രം സീൽ ഓഫ് സോളമൻ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ഇത് കാണിക്കുന്നത് നാം നടക്കേണ്ട വഴി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലെ അറിവാണെന്നാണ്. ഊന്നുവടി, ദ സ്റ്റാഫ്. അവൻ്റെ ഇടത് കൈയിലുള്ള വടി സന്തുലിതാവസ്ഥയെയും ബാലൻസ്, ആത്മീയമായ കരുത്തിനെയും സൂചിപ്പിക്കുന്നു. യാത്രയിൽ അവന് താങ്ങായി നിൽക്കുന്നത് അവൻ്റെ തന്നെ തത്വങ്ങളാണ്. താഴ്ന്ന നോട്ടം. അവൻ താഴേക്ക് നോക്കി നിൽക്കുന്നത് വിനയത്തെയും ആത്മപരിശോധനയെയും ഇൻട്രോസ്പെക്ഷൻ കാണിക്കുന്നു. ലോകത്തെ കാണാനല്ല, തൻ്റെ പാദങ്ങൾ എവിടെയാണ് പതിക്കുന്നതെന്ന് നോക്കാനാണ് അവൻ താൽപ്പര്യപ്പെടുന്നത്. മഞ്ഞുമൂടിയ മലനിരകൾ. അവൻ നിൽക്കുന്നത് ഉയരമുള്ള ഒരു മലമുകളിലാണ്. ഇത് ആത്മീയമായ ഔന്നത്യത്തെയും എന്നാൽ ആ പാതയിലെ ഏകാന്തതയെയും സൂചിപ്പിക്കുന്നു. സത്യത്തിലേക്കുള്ള വഴി പലപ്പോഴും വിജനമായിരിക്കും. 2. നിറങ്ങളുടെ രഹസ്യം. ചാരനിറത്തിലുള്ള വസ്ത്രം, ഗ്രേ ക്ലോക്ക്. സന്യാസി ധരിച്ചിരിക്കുന്നത് ചാരനിറത്തിലുള്ള വസ്ത്രമാണ്. ഇത് അദൃശ്യനാകാനുള്ള അവൻ്റെ ആഗ്രഹത്തെയും ഇൻവിസിബിലിറ്റി, വികാരങ്ങൾക്കും ബുദ്ധിക്കും ഇടയിലുള്ള നിഷ്പക്ഷതയെയും സൂചിപ്പിക്കുന്നു. അവൻ ലോകത്തിന് മുന്നിൽ സ്വയം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീല കലർന്ന പശ്ചാത്തലം. ഇത് ആഴത്തിലുള്ള ശാന്തിയെയും ഉപബോധ മനസ്സിലെ സത്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇത് വിശ്രമിക്കാനും ആലോചിക്കാനുമുള്ള സമയമാണ്. വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് തനിച്ച് കുറച്ചു സമയം ചെലവഴിക്കുക. ഒരു ഉപദേശകനെ തേടുകയോ അല്ലെങ്കിൽ നീ തന്നെ മറ്റൊരാൾക്ക് വഴികാട്ടിയാവുകയോ ചെയ്യുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ആത്മീയ തലം. ധ്യാനത്തിൻ്റെ മെഡിറ്റേഷൻ ഘട്ടമാണിത്. നിശബ്ദതയിലൂടെ മാത്രമേ നിനക്ക് നിന്റെ ആത്മാവിനെ ദർശിക്കാൻ കഴിയൂ. ബാഹ്യമായ ആചാരങ്ങളെക്കാൾ ആന്തരികമായ ബോധത്തിന് മുൻഗണന നൽകുക. 4. ഗുരുവിൻ്റെ ഉപദേശം, ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ ഹെർമിറ്റ് നിനക്ക് നൽകുന്ന വലിയ പാഠം നിശബ്ദതയിലെ സത്യം, ട്രൂത്ത് ഇൻ സൈലൻസ് എന്നതാണ്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. തനിച്ചായിരിക്കാൻ പഠിക്കുക. ഏകാന്തത എന്നാൽ ഒറ്റപ്പെടലല്ല, അത് നിന്നോട് തന്നെ സംസാരിക്കാനുള്ള അവസരമാണ്. ദിവസവും കുറച്ച് സമയം മൗനമായിരിക്കുക. 2. സ്വന്തം വെളിച്ചമാവുക. ബി എ ലൈറ്റ് അൺടു യുവർസെൽഫ്. ബുദ്ധ ഭഗവാൻ പറഞ്ഞതുപോലെ നിനക്ക് വഴി കാട്ടാൻ പുറത്താരും വരില്ല. നിന്റെ അനുഭവങ്ങളും വിവേകവുമാണ് നിന്റെ റാന്തൽ. അത് തെളിച്ചു പിടിക്കുക. 3. തിരക്കൊഴിവാക്കുക. സത്യം തേടിയുള്ള യാത്രയിൽ വേഗതയല്ല, വ്യക്തതയാണ് പ്രധാനം. ഓരോ ചുവടും ശ്രദ്ധയോടെയും അവബോധത്തോടെയും വയ്ക്കുക. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ഹെർമിറ്റ് തൻ്റെ വടി ഇടതു കൈയിലാണ് പിടിച്ചിരിക്കുന്നത്. ടാരറ്റിൽ ഇടതുവശം ഉപബോധ മനസ്സിനെയും സ്ത്രീ സഹജമായ സ്വീകരണ ശേഷിയെയും റിസെപ്റ്റിവിറ്റി സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം സത്യം എന്നത് അധ്വാനിച്ച് പിടിച്ചെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിലേക്ക് ഒഴുകിയെത്തുന്ന ഒന്നാണ് എന്നാണ്. അടുത്തതായി ജീവിതത്തിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളുടെയും കർമ്മഫലത്തിൻ്റെയും ഭാഗ്യചക്രത്തിൻ്റെയും പ്രതീകമായ വീൽ ഓഫ് ഫോർച്യൂൺ 10-ാം നമ്പർ കാർഡിലേക്ക് നമുക്ക് കടക്കാം. അവിടെയാണ് വിധി അതിൻ്റെ കരുനീക്കങ്ങൾ നടത്തുന്നത്.